ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ്, സത്യമാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. പണ്ട് EMS നമ്പൂതിരിപ്പാട് ചാലയിൽ ഒരു കടയിലേക്ക് അദ്ദേഹത്തിന്റെ മകളെ ഒരു സാരി വാങ്ങാൻ അയക്കുന്ന സമയത്ത് എൻ്റെ മകളാണ് വരുന്നത്, ഇപ്പോൾ കൈ കാശില്ല, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കാം, ഒരു സാരി അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തെഴുതി കൊടുത്തിരുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് സഞ്ചരിച്ച് ഇന്ന് 85 ലക്ഷം രൂപയുടെ ഹവാല പണം മകളുടെ ചാനൽ വഴി അയക്കുന്ന തലത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എവിടെ നിന്ന് തുടങ്ങിയതാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് 20 കോടി രൂപയുടെ കണക്കിലേക്കാണ് വന്ന് നിന്നിരിക്കുന്നത്. ഈ CMRL കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഒന്നുമല്ല, അതിനു മുകളിലുള്ള എമൗണ്ട് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ ഇൻകം സോഴ്സിനേക്കാൾ വളരെ വ്യാപ്തിയുള്ള എമൗണ്ട് അവരുടെ ചാനലുകൾ വഴി കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് നിങ്ങൾ ഉത്തരം പറയാതെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. 20 കോടി രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നു എന്ന വിവരം ഇഡിക്ക് ലഭിക്കുകയാണ്. അത് സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി ഇഡിക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ വീണയ്ക്ക് ഹവാല ഇടപാടോ എന്നുള്ള ചോദ്യം ഉയർത്തിയത്. പക്ഷെ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, നോക്കൂ, ശ്രീ ഹാഷിം അല്ലേ അദ്ദേഹത്തിന്റെ പേര്, ഹാഷിം പറഞ്ഞ അനുസരിച്ചിട്ട് ഹാഷിം BJP കേന്ദ്ര ഗവൺമെന്റിനെതിരെ അല്ല ഹാഷിം പറഞ്ഞിരിക്കുന്നത്. ഹാഷിം പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടും ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടാണ് ഹാഷിം പറഞ്ഞിരിക്കുന്നത്. ശ്രീ ഹാഷിമിന് ഞാൻ 2 വാർത്ത അങ്ങോട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നീരമയ്ക്ക് വേണമെങ്കിൽ അയച്ചുതരാം. ഓക്കെ, അയച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് ഓണായി വന്നോട്ടെ. 2 വാർത്തകൾ ഞാൻ അയച്ചുതരാം. ഒന്ന് വന്നിരിക്കുന്നത് 18 മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് തലശ്ശേരി കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ മുൻ SIക്ക് 7 വർഷം തടവും 50,000 രൂപ പിഴയും. ആ മുൻ സബ് ഇൻസ്പെക്ടറാണ്, അദ്ദേഹത്തിന്റെ പേര് റെജി ജെയിംസ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, 20,000 തന്നാൽ കോടതിയിൽ അനുകൂല റിപ്പോർട്ട് കൊടുക്കാം, പ്രതിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ പിടിയില്ല, അദ്ദേഹത്തിന്റെ പേര് താജുദ്ദീൻ എന്നോ മറ്റോ ആണ്. അതുകൊണ്ട് നാളെ മുതൽ ഇനി മുതൽ കേരള പോലീസ് ആരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷിം സമ്മതിക്കുമോ? കേരള പോലീസിനകത്ത് കൈക്കൂലി വാങ്ങുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാകുന്നത്. നമ്മൾ ഓരോ സ്റ്റേഷനിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ 500, 1000 ഒക്കെ വാങ്ങിക്കുന്ന ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ടാകും. അതുകൊണ്ട് നാളെ മുതൽ കേരള പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാരെ ചെന്നിരുന്ന് വാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിയമ സംവിധാനം എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? നോക്കൂ, നിങ്ങൾക്ക് ഒരു കേസുമായിട്ട് കേസിനകത്ത് നിങ്ങൾക്ക് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ആ കേസിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് വാദിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഏതെങ്കിലും ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ട് ഒരു രോഗി മരിച്ചുപോയി, അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ ഒരു ആശുപത്രിയിൽ പോകില്ല എന്ന് അസന്നിഗ്ധമായിട്ട് നമുക്കൊന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ വലിയ ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്ന ആൾക്കാരല്ലേ. കഴിഞ്ഞ ദിവസം MDMA ആയിട്ട് പിടികൂടി ആരാ? നിങ്ങളുടെ DYFIയുടെ ജില്ലാ സംസ്ഥാന നേതാവിനെയല്ലേ പിടികൂടി. അതുകൊണ്ട് DYFIക്കാർ മുഴുവൻ ഇനി അങ്ങനെയാണ് എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നോക്കൂ, നല്ലതും ചീത്തയായിട്ടൊക്കെ ഉള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടതെന്നാണ് ഈ കേസിന്റെ ബേസിൽ നിന്ന് നിങ്ങളൊന്ന് സംസാരിക്കൂ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ കേസിന്റെ ബേസിൽ നിന്നുകൊണ്ട് ആ കേസിന്റെ മെറിറ്റ് എന്താണെന്നുള്ള കാര്യം ഒന്ന് സംസാരിക്കാമോ? നിങ്ങൾ ഇവിടെ പറഞ്ഞു, താങ്കൾ പറഞ്ഞ കാര്യം ഉള്ളി തൊലിക്കാൻ പോകുന്നതാണ് EDക്ക് നല്ലത്, അതുപോലത്തെ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. ഉള്ളി തൊലിച്ചു കൊടുത്തതിനാണ് ഇത്രയും രൂപ വാങ്ങിയത് എന്നെങ്കിലും ഒരു കണക്ക് പറയാൻ വേണ്ടിയിട്ട് ശ്രീമതി വീണയോട് പറയണം. അതായത് എന്താണ്, CMRLന്റെ ഓഫീസിൽ ഞാൻ ഉള്ളി തൊലിച്ചു കൊടുത്തതിന്റെ പൈസയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രീമതി വീണയോട് പറയണം. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഞാൻ 5 ലക്ഷം ഉള്ളി ഇരുന്ന് തൊലിച്ചു കൊടുത്തു, ഒരു ഉള്ളിക്ക് എനിക്ക് ഏതാണ്ട് 10 രൂപ വെച്ച് കിട്ടി, അങ്ങനെയാണ് എനിക്ക് ഇത്രയും പൈസ കിട്ടിയത്. അങ്ങനെയെങ്കിലും ഒരു സേവനം പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇത് ഒരു സേവനവും കൊടുത്തതായിട്ട് പറയാൻ വേണ്ടിയിട്ടില്ല, അവർക്ക് തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ 2024 മുതൽ ഈ വിഷയം സംസാരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.5 കൊല്ലമായി നമ്മൾ ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങിയിട്ട്. 1000 ദിവസത്തോളം ആകുന്നു നമ്മൾ ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളായിട്ടും പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ കൊടുത്ത സേവനങ്ങൾ ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വീണ മാഡം തയ്യാറായിട്ടില്ല. ആ തയ്യാറാകാത്ത ഇടത്താണ് ഈ പ്രശ്നം. ഉള്ളി തൊലിച്ചു എന്ന് പോലും അവർക്ക് പറയാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം ഈ കേസിന്റെ മെറിറ്റ് എവിടെയാണ് കിടക്കുന്നത്, അതിനകത്ത് അടിസ്ഥാനമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ED ഉദ്യോഗസ്ഥർ അവിടെ കൈക്കൂലി വാങ്ങിയോ ഇവിടെ കൈക്കൂലി വാങ്ങിയോ എന്നൊക്കെ ഉള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാം. നോക്ക്, ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ആകാശത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതല്ല. ശ്രീമതി വീണയുടെ വീട് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഡയറിക്കകത്ത് അവർ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നതാണ്, അവരുടെ ഹാൻഡ് റിട്ടൺ നോട്ടാണ്. നോക്കൂ, നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് EDയുടെ പ്രസ് റിലീസ് വന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. അത് എൻ്റെ കൈപ്പട അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും അവരോ, അല്ലെങ്കിൽ ഇത് എൻ്റെ മകളുടെ കൈപ്പട അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയനോ കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഈ നിമിഷം വരെ ആയിട്ടും തയ്യാറായിട്ടില്ല. അവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. അവർ ഇതുവരെയും അത് പുറത്തേക്ക് വന്നിട്ട് പോട്ടെ, പറയും മുഹമ്മദ് റിയാസ് വന്നിട്ട് ഇത് എൻ്റെ ഭാര്യയുടെ കൈപ്പട അല്ല എന്ന്.
നോക്കൂ, ഇവിടെ നമുക്ക് ഫോറൻസിക് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇത് തന്റെ കൈപ്പടയിലും താൻ എഴുതി വെച്ചതല്ല എന്നുണ്ടെങ്കിൽ പറയാം. ഇവരിപ്പോ ഇത് പിടിച്ചെടുത്തോണ്ട് പോയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വന്നിട്ട് ഈ ഡയറി ഇട്ടിട്ടുണ്ട്, ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പബ്ലിക്കിനോട് പറയുകയല്ല. പകരം എന്താണ്, ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പരിശോധിക്കുകയും കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് അതിന്റെ പുറകിലെ മണി ട്രയൽ അന്വേഷിച്ച് പോവുകയും ചെയ്തതിന് ശേഷമാണ് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഹവാല ചാനൽ ഇതിനകത്ത് ഓണായിട്ടുണ്ട്, ഹവാല പണം അയച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു പണിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഇത് മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ നമുക്ക് ഉള്ളി തൊലിച്ച കഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച്, അദ്ദേഹത്തിന്റെ കുടുംബം കേന്ദ്രീകരിച്ച്, അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിനെതിരെ ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത്. മുമ്പ് സ്വപ്ന സുരേഷിന്റെ ആരോപണം വിഷയം വരുന്ന സമയത്തും ഈ റിവേഴ്സ് ഹവാല വിഷയം അവരെടുത്തിട്ടിരുന്ന വിഷയമാണ്. ഇപ്പോൾ അത് സാധൂകരിക്കപ്പെടുകയാണ്, ഇത് തെളിഞ്ഞു വരികയാണ്. ആ തെളിവ് പുറത്തുനിന്ന് കണ്ടെത്തിയിരിക്കുന്നതല്ല, പകരം ശ്രീ പിണറായി വിജയന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിനകത്ത് ഗ്രൗണ്ട് ഉണ്ട്, പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ജനം കാണുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കാർക്ക് പോലും ഈ വിഷയത്തിനകത്ത് പൂർണ്ണമായിട്ട് കൺവിൻസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വാദഗതികളുമായിട്ട് മുമ്പോട്ട് പോകരുതെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, തീർത്തും അസാധാരണമായ ഒരു നടപടി. ചില കേസുകളിലേക്ക് വളരെ കൃത്യമായി ഇഡി വാർത്താക്കുറിപ്പൊക്കെ ഇറക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വാർത്താക്കുറിപ്പിന് ഒരുപക്ഷെ ആധാരമായ ഒരു കാര്യം ഞാൻ ഊഹിക്കുന്നതാണ്. നേരത്തെ വീണ വിജയന്റെ മൊഴിയെടുക്കാൻ വേണ്ടി കണ്ട രാഷ്ട്രീയ കോലാഹലം, അതിക്രമം നമ്മൾ കണ്ടതാണ്. ഇഡി ഉദ്യോഗസ്ഥരെ ജീവനോടെ വെച്ചേക്കില്ല എന്ന രീതിയിൽ പെരുമാറുന്ന അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടു. ചീമുട്ടയെറിയുന്നവരെ കണ്ടു, ഈ ഇഷ്ടികയൊക്കെ പെറുക്കി ഈ വാഹനത്തിന് മുകളിലേക്കിട്ട് അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. വളരെ സെൻസിറ്റീവായ ഒരു വിഷയം തന്നെയാണ് ഇത്. ഒരുപക്ഷെ ആ കാര്യങ്ങൾ കൊണ്ടുകൂടിയാകാം അസാധാരണമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇഡി ഇത്തരം കാര്യങ്ങൾ അറിയിക്കാനിടയായ സാഹചര്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഹാഷിം അരീലിന്റെ ഈ രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയാം. നോക്കുമെന്ന് അദ്ദേഹത്തിന് ഈ കാര്യത്തെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇഡിയുടെ പ്രസ് റിലീസ് എടുത്തു വെച്ചിട്ട് നിലവിൽ ഈ നാണം മറക്കി വളരെ നിസ്സാരമായി ചില്ലി കേസായതുകൊണ്ട് നമ്മളത് ചെയ്യാത്തത്. ശരി, ഓക്കെ. ഒരു കാര്യം ചെയ്യണം. enforcementdirectorate.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിനകത്ത് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഒരു ടാബ് ഉണ്ട്. ആ മീഡിയക്കകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്കുള്ള ഏതാണ്ട് 368 പ്രസ് റിലീസുകൾ കിട്ടും. ഈ ഇപ്പോൾ നിലവിൽ വീണയുമായിട്ട് വന്നിരിക്കുന്ന പ്രസ് റിലീസ് പോലും 3ാമതാണ് കിടക്കുന്നത്. അതായത് അതിനുശേഷം 2 പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഇഡി ലക്നോ സോൺ ഓഫീസ് ഒരു സെർച്ച് കണ്ടക്ട് ചെയ്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. PMLA വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ പ്രസ് റിലീസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് ഇഡി ഹെഡ്ക്വാർട്ടേഴ്സ് നടത്തിയിരിക്കുന്ന റെയ്ഡിനെ കുറിച്ചിട്ടാണ്, അല്ല ഒരു അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടാണ്. 3ാമതാണ് ഇഡി കൊച്ചി സോണൽ ഓഫീസിനെ കുറിച്ചിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ 5ാമത്തത് ഇഡി അഹമ്മദാബാദ് സോണൽ ഓഫീസ്, 6ാമത്തത് ഇഡി അഹമ്മദാബാദ് സോണൽ ഓഫീസ്. ഇങ്ങനെ ഓരോന്നും 7ാമത് കിടക്കുന്ന ഇഡി മാംഗ്ലൂർ സബ് സോണൽ ഓഫീസ്. അപ്പോൾ ഓരോ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഇഡി ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ വിജയൻ അത്രയും മഹതിയായതുകൊണ്ട് ഒരു പ്രസ് റിലീസ് ഇറക്കിയതൊന്നുമല്ല. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിലുള്ള 368 പ്രസ് റിലീസ് ഇഡി വിവിധ റെയ്ഡുകളുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തത് ഇഡിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് അതെടുത്ത് അങ്ങ് മാറ്റി പിടിച്ചേക്കും. അതുകൊണ്ട് നാണം മറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അങ്ങ് അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇഡി ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നുണയാണ്, ഇത് നുണയാണ്, അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം അങ്ങ് പറയുന്നുണ്ട്. ഈ അങ്ങ് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്ന്, ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും വിത്ത് ഡിജിറ്റൽ എവിഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സഖാക്കൾ കള്ളത്തരം കാണിക്കുമ്പോൾ ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പണ്ട് തൊട്ടേ ദീർഘദർശികളായിട്ടുള്ള സഖാക്കൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇഡി ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വൈഫൈ റൗട്ടർ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം, മറ്റൊരാളുടെ സിമ്മുമായി ബന്ധപ്പെട്ടിട്ട് സിം എടുത്തിട്ട് വീട് ഇത് ഉപയോഗിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. ഈ കാര്യം ഡിജിറ്റൽ എവിഡൻസ് ആണെന്നേ. ഇതിനകത്ത് ആർക്കാന്നെ ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഇനി അല്ല, താനത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മുന്നോട്ട് വന്ന് പറയാനുള്ള സമയം കഴിഞ്ഞാൽ 24 മണിക്കൂറായില്ലേ? നോക്കൂ, ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷത്തിൻ്റെതായ പ്രതിനിധികളും ഇതെങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയാതെ കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളിലും ഇരുന്ന് വിയർക്കുകയാണ്. ആ സമയത്ത് താൻ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്റെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരു സംഗതി ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് അത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള സമയം കഴിഞ്ഞില്ലേ?
നോക്കൂ, ഇവിടെ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ പാർട്ടി സംവിധാനവും തലകുനിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനില്ലേ? താന്റെ കയ്യിൽ അദ്ദേഹം എന്താണ് വലിയ രീതിയിൽ പഴഞ്ചൊല്ലുകൾ പറയുന്ന ആളാണല്ലോ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, എന്റെ മടിയിൽ കനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പഴഞ്ചൊല്ലുകൾ പറയുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഇപ്പൊ പഴഞ്ചൊല്ലുകളൊന്നും ഓർമ്മയില്ലേ? ഞങ്ങൾ വേണമെങ്കിൽ ഒരു ബുക്ക് വാങ്ങി കൊടുക്കുക, അതിനകത്ത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള പഴഞ്ചൊല്ല് എടുത്തിട്ട് ഇപ്പൊ പറയട്ടെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ന്യായീകരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചോദിക്കുകയാണ് ഈ സിം കാർഡ് ഉപയോഗിച്ചു എന്ന് ആര് പറഞ്ഞു? നോക്കൂ, ഇഡി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഓൾ ദ പേഴ്സൺസ് ഹൂ വെയർ നെയ്മഡ് ഇൻ ദ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് ഓഫ് ശ്രീമതി വീണ. ഈ ശ്രീമതി വീണയുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സിലുള്ള മുഴുവൻ ആൾക്കാരെയും അവർ കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദ പേഴ്സൺ ഹൂ ഹാഡ് പ്രൊവൈഡഡ് ദ സിം കാർഡ് വെയർ കവേർഡ് ഡ്യൂറിംഗ് ദ സെർച്ച്. ഇവരെ മുഴുവൻ കവർ ചെയ്തതിന് ശേഷമല്ലേ ഇപ്പോൾ വന്നിട്ട് ഈ വിവരങ്ങൾ പൊതുജനങ്ങളോട് പറയുന്നത്. ഇതിനകത്ത് താങ്കൾക്ക് ഇതിനകത്ത് ഏത് ഭാഗത്താണ് വിയോജിപ്പുള്ളത്? അങ്ങനെ ഒരു വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികളെ ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കൊണ്ട് പറയിക്കാൻ പാടില്ലേ? എന്താ, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇഡി ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് 24 മണിക്കൂർ കഴിഞ്ഞില്ലേ? ആരെങ്കിലും വരുന്നുണ്ടോ? പാർട്ടി സെക്രട്ടറി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ? ഇനി ഇത്രയധികം ഡിജിറ്റൽ ഡിവൈസസ് അത് മുഴുവൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. എവിഡൻസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽസ് ഓൾസോ ഫൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹവാല ചാനൽ വഴി കാശ് അയച്ചിരിക്കുന്നതിന്റെ എവിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു എന്ന് ഇഡി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുവാനുള്ളൊരു പക്വത ഈ പറയുന്ന ആളുടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്നുണ്ടാകണ്ടേ? എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇനി അടുത്തൊരു ന്യായീകരണം വേണമെങ്കിൽ പറയാം, വെറും 85 ലക്ഷം രൂപയാണോ ഞങ്ങൾ ഈ ഹവാല ചാനൽ വഴി അയക്കേണ്ടുന്നത് എന്നുള്ളതിൽ ഇത്രയും നാളായിരുന്നല്ലോ, വെറും 2 കോടിയുടെ കണക്കാണെന്നൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. സത്യമാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. പണ്ട് EMS നമ്പൂതിരിപ്പാട് ചാലയിൽ ഒരു കടയിലേക്ക് അദ്ദേഹത്തിന്റെ മകളെ ഒരു സാരി വാങ്ങാൻ അയക്കുന്ന സമയത്ത് എന്റെ മകളാണ് വരുന്നത്, ഇപ്പോൾ കൈ കാശില്ല, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കാം, ഒരു സാരി അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തെഴുതി കൊടുത്തിരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് സഞ്ചരിച്ച് ഇന്ന് 85 ലക്ഷം രൂപയുടെ ഹവാല പണം മകളുടെ ചാനൽ വഴി അയക്കുന്ന തലത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എവിടെ നിന്ന് തുടങ്ങിയതാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് 20 കോടി രൂപയുടെ കണക്കിലേക്കാണ് വന്ന് നിന്നിരിക്കുന്നത്. ഈ CMRL കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഒന്നും അല്ല, അതിനു മുകളിലുള്ള എമൗണ്ട് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ ഇൻകം സോഴ്സിനേക്കാൾ വളരെ വ്യാപ്തിയുള്ള എമൗണ്ട് അവരുടെ ചാനലുകൾ വഴി കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് നിങ്ങൾ ഉത്തരം പറയാതെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടും ഔദ്യോഗിക ഭവനവും ഈ തരത്തിലുള്ള ഹവാല ഇടപാടിനും ഈ തരത്തിലുള്ള മണി ലോണ്ടറിങ്ങിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ഹവാല ഇടപാട് കൂടി വരുമ്പോൾ ഇത് എത്രമാത്രം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുകയാണ്? അല്ല, ശ്രീ ഹാഷിം പറഞ്ഞൊരു കാര്യം എനിക്ക് അദ്ദേഹം പറഞ്ഞാണ്, എന്താണ് ഗവൺമെന്റ് 13% ഗവൺമെന്റിന്റെ ഷെയർ കൂടി ഉണ്ട് CMRL കമ്പനിക്ക് എന്നുള്ളതാണ്. ഇത്രയും ദിവസവും സഖാക്കൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഗവൺമെന്റ് ഷെയർ അല്ല, എന്താണ് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപെടലുകൾ മാത്രമാണ്, ഇതിനകത്ത് മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ അറിയാം അതിനകത്ത് ഗവൺമെന്റ് ഷെയർ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഗവൺമെന്റ് ഷെയർ ഉള്ള ഒരു കമ്പനി ഒരു സേവനവും നൽകാത്ത ഒരാൾക്ക് ഇത്ര കോടി രൂപ കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടുന്നതായിട്ടുള്ള പ്രാഥമികമായ ബാധ്യത ആർക്കാണ്? ഈ ഗവൺമെന്റിന് തന്നെയല്ലേ? അതായത് പിണറായി വിജയൻ ഗവൺമെന്റിന് തന്നെയല്ലേ ആദ്യത്തെ ബാധ്യത എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത്രയും ഷെയർ ഉള്ള ഒരു കമ്പനിയാണ്, ആ കമ്പനി ഒരു സേവനവും തരാത്ത ഒരാൾക്ക് എന്തിനാണ് ഇത്രയും കോടി രൂപ എന്നുള്ള ചോദ്യം ആദ്യം ഉയർത്തേണ്ടിയിരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? നമുക്ക് കോൺഗ്രസ് ആണ് ഇത് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എന്തുമാത്രം വലിയ ബഹളം ഉണ്ടാക്കിയായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ അത് ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഖനനവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കൂ, നമ്മുടെ കടൽ തീരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിക്കൊണ്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ നമ്മുടെ ബംഗ്ലാദേശിന് അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് BSF കാലാകാലങ്ങളായിട്ട് അവിടെ ലാൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ലാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മമതാ സർക്കാർ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അത് തയ്യാറാകാതിരുന്നതിന്റെ ദൂഷ്യഫലം അനുഭവിച്ചതാരാണ്? നമ്മുടെ രാജ്യം തന്നെയാണ്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചത്. ചോദിച്ചത് BJPക്ക് വേണ്ടിയിട്ടല്ല, BSFന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്, എന്നിട്ട് പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ തീരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും എന്ന് പറയുന്നത്. ഇത് കാലങ്ങളോളം വർഷങ്ങളോളം അതിനെ ഡിലേ ചെയ്യിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അത് പൊളിറ്റിക്കൽ റീസൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് മോണിറ്ററി ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ മോണിറ്ററി ബെനിഫിറ്റ് CPM-മായി ബന്ധപ്പെട്ടിട്ടല്ല, അത് തൈക്കണ്ടി ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, പിണറായി വിജയന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല അത് CPM-ന്റെ മൊത്തം ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ 85 ലക്ഷം രൂപ. CPM പോലൊരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം 85 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് അവർക്കത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തായാലും വീണ വിജയന്റെ അക്കൗണ്ട് വഴി ഈ കാര്യങ്ങളൊന്നും ചെയ്യാമെന്ന്
വിചാരിക്കില്ല. അതുകൊണ്ട് അതുമായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പിണറായി വിജയന് സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ വീട് കേന്ദ്രീകരിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പുറത്തു വന്നു. ഇതിനു മുമ്പ് ഇത് സ്വപ്ന സുരേഷ് പറയുന്ന സമയത്ത്, റിവേഴ്സ് ഹവാലയുടെ വിഷയം വരുന്ന സമയത്ത്, അന്ന് പിണറായി വിജയൻ ഈ പറയുന്ന പോലെ ചിരിച്ച് കുറെ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് എന്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അന്ന് കൈകഴുകി പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു. നിലവിൽ ഈ കാര്യം കുറച്ചുകൂടി എവിഡൻഫുൾ ആയിട്ട് പുറത്തു വരികയാണ്, എവിഡൻഷ്യലായിട്ട് പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗവൺമെന്റിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും റോളോ അവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ഫയൽ നീങ്ങുന്ന സാഹചര്യമൊന്നുമല്ല. പക്ഷേ അവർ പറഞ്ഞാൽ ഒപ്പിടുന്ന രണ്ടുപേര് ഈ പറയുന്ന ഗവൺമെന്റിനകത്ത് വലിയ രീതിയിലുള്ള സ്വാധീനമായിട്ട് അല്ലെങ്കിൽ സ്വാധീന ശക്തികളായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെട്ടിട്ട് കൂടി തന്നെയാണ് ഈ പറയുന്ന മണി ട്രയൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് നുഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പിണറായി വിജയനോ മുഹമ്മദ് റിയാസിനോ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാതൃക കാണിച്ചാൽ മതി. നമുക്ക് വാങ്ങാൻ, മറ്റുള്ളവർക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയും. ഈ മറ്റുള്ളവർക്ക് ആശുമലി ഇതിനകത്ത് പിണറായി വിജയൻ നോക്കൂ, ഇപ്പോ ഈ പറയുന്ന പോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പേരുകൾ ശ്രീ കർത്തയുടെ ഡയറിയിൽ ഉണ്ടാകുമായിരിക്കും. അതുപോലൊരു പേരാണ് ശ്രീ PV എന്നുള്ള രീതിയിൽ ഉണ്ടാവുകയും 1.72 കോടി ആണെങ്കിൽ പോലും ഇതിനകത്ത് പ്രശ്നമില്ല. കാരണം അത് സംഭാവന പാർട്ടിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. അല്ല, അത് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു. നമുക്ക് ഇപ്പൊ നടന്നിരിക്കുന്ന മണി ലോണ്ടറിംഗ് ആണ്. നോക്കൂ, അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് സംഭാവനയായിട്ട് പിണറായി വിജയൻ വാങ്ങിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ വാങ്ങിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ആരും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിന്റെ കണക്ക് CPM കാണിച്ചാൽ മതി. അതെ, ഞങ്ങളുടെ പാർട്ടിക്ക് വന്നതാണ്. ഇവിടെ നടന്നിരിക്കുന്ന പ്യുവർ മണി ലോണ്ടറിംഗ് ആണ്. നിങ്ങൾക്ക് അതെന്താ മനസ്സിലാകാത്തെ? അതായത് ഒരു ഗൗരവം CPM ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. കാരണം പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് ഈ റെയ്ഡിന്റെ ബാക്കിയായി. അപ്പോൾ ഇവർക്ക് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പോലും അതിനകത്ത് റെസീപ്റ്റ് എന്നുള്ളതല്ലോ, പാർട്ടിക്ക് കണക്ക് കാണിച്ചാൽ മതിയല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അദ്ദേഹം ഇത് തന്നിട്ടുണ്ട്, നമ്മളിത് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നിലയിൽ പാർട്ടിക്ക് അതിന്റെ കണക്ക് കാണിച്ചാൽ മതിയാവും. പാർട്ടിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, മനസ്സിലായില്ലേ? അത് പാർട്ടിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്യുവർ മണി ലോണ്ടറിംഗ് ആണ്. അതായത് ഇല്ലാത്തൊരു സേവനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഡിബേറ്റ് പൂർണ്ണമാക്കുന്നത്. അമ്മയുടെ പെൻഷൻ കാശ് വെച്ച് തുടങ്ങിയ കമ്പനിയാണ്. ഈ കമ്പനിയിലേക്ക് ലക്ഷങ്ങളും കോടികളും ഒക്കെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആ തിരുട്ട് കുടുംബത്തെ ഇനിയും വെളുപ്പിക്കാനാണോ CPM-ന്റെ ലക്ഷ്യം?